SIR-ൽ പ്രവാസികൾ നൽകിയ അപേക്ഷകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കൂട്ടത്തോടെ തള്ളി. ബന്ധുവിന്റെ എപിക് നമ്പർ രേഖപ്പെടുത്തിയില്ല, ജനനസ്ഥലം ചേർത്തില്ല തുടങ്ങിയ കാരണങ്ങൾ പറഞ്ഞാണ് പ്രവാസികളെ വെട്ടിയത്. ഈ വിവരങ്ങൾ നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വെബ്സൈറ്റിൽ ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. ഇതോടെ നിരവധി പേരാണ് വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താക്കപ്പെടുന്നത്. മീഡിയ വൺ എക്സ്ക്ലൂസീവ്. പ്രവാസി വോട്ടർമാർക്ക് ഫോം 6A പ്രകാരം അപേക്ഷ സമർപ്പിക്കാൻ തന്നെ നിരവധി സാങ്കേതിക പ്രശ്നങ്ങൾ നേരിട്ടിരുന്നു. ഇതിന് പരിഹാരം വേണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് ഗൗരവത്തിലെടുത്തില്ല. ഇതേ സാങ്കേതിക പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ അപേക്ഷകൾ നിരസിക്കുന്നത്. ഇത് ഒമാനിൽ പ്രവാസിയായ എറണാകുളം സ്വദേശിനിയുടെ ഫോം 6A പ്രകാരം നൽകിയ അപേക്ഷയ്ക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്ന് ലഭിച്ച മറുപടിയാണ്. ഈ അപേക്ഷ നിരസിച്ചതിന് കാരണമായി കമ്മീഷൻ വെബ്സൈറ്റിൽ പറയുന്നത് ബന്ധുവിന്റെ എപിക് നമ്പർ രേഖപ്പെടുത്തിയില്ല എന്നും. എന്നാൽ ബന്ധുവിന്റെ എപിക് നമ്പർ നൽകാൻ ഫോം 6A-യിൽ ഓപ്ഷൻ ഇല്ല. ഫോം 6-ൽ ഈ ഓപ്ഷൻ ഉണ്ട്. പ്രവാസി അപേക്ഷകൾക്കും ഇതിന് സമാനമായ ഓപ്ഷൻ വേണമെന്ന ആവശ്യം നേരത്തെ ഉയർന്നിരുന്നെങ്കിലും കമ്മീഷൻ അത് പരിഗണിച്ചില്ല. ഇപ്പോൾ അതേ കാരണം പറഞ്ഞാണ് അപേക്ഷകൾ തള്ളുന്നത്. സൗദിയിൽ പ്രവാസിയായ എറണാകുളം സ്വദേശിയുടെ അപേക്ഷ തള്ളിയത് അപേക്ഷകന്റെ ബൂത്ത് മാറി എന്ന കാരണം പറഞ്ഞാണ്. ഇലക്ടറൽ രജിസ്ട്രേഷൻ ഓഫീസറാണ് 6A അപേക്ഷകൾ ബൂത്ത് ലെവൽ ഓഫീസർമാർക്ക് അയക്കുന്നത്. ബൂത്ത് മാറി എന്ന കാരണം പറഞ്ഞ് അപേക്ഷ തള്ളുന്നതും ഇതേ ERO-മാരാണ്. ഇന്ത്യക്ക് പുറത്ത് ജനിച്ചവരിൽ നിന്ന് ലഭിച്ച അപേക്ഷകൾ ജന്മസ്ഥലം രേഖപ്പെടുത്തിയില്ല എന്ന കാരണം പറഞ്ഞാണ് തള്ളിയത്. എന്നാൽ വിദേശത്ത് ജനിച്ചവർക്ക് ജന്മസ്ഥലം ഓൺലൈനായി ചേർക്കാനുള്ള അവസരം പോലും ഉണ്ടായിരുന്നില്ല. നേരിട്ട് അപേക്ഷ നൽകാനാണ് നിർദ്ദേശം നൽകിയത്. ഇങ്ങനെ അപേക്ഷ നൽകിയവരുടെ ഫോമുകളാണ് തള്ളിയിരിക്കുന്നത്. സാജിദ് അജ്മൽ, മീഡിയ വൺ, പാലക്കാട്.